നമ്മൾ ദേവി മഹാത്മ്യം വീണ്ടും തുടർന്ന് ആ ദേവി മഹാത്മ്യത്തിലെ കവച സ്തോത്രം അത് നമ്മൾ വീണ്ടും നോക്കുകയാണ്. അതിൻ്റെ 22ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് കേട്ടോ. അധരേ ചാമൃതകല ജിഹ്വായാം തു സരസ്വതി ദന്താൻ രക്ഷതു കൗമാരി കണ്ഠമധ്യേ തു ചണ്ഡികാം ഖണ്ഡികാം ചിത്രഗണ്ഡാച്ച മഹാമായാച്ച താലുകേ കാമാക്ഷേ ചിബുകം രക്ഷേ വാചം മേ സർവമംഗളാം. അധരേ ചാമൃതകല ജിഹ്വായാം തു സരസ്വതി ദന്താൻ രക്ഷതു കൗമാരി കണ്ഠമധ്യേ തു ചണ്ഡിക ഖണ്ഡികാം ചിത്രഗണ്ഡാച്ച മഹാമായാച്ച താലുകേ കാമാക്ഷി ചിബുകം രക്ഷേ വാചമ്മേ സർവമംഗള. എന്താണ് അധരേ ചാമൃതകല? അധരേ താഴ്ത്ത ചുണ്ട്. ഈ അധരത്തില്, ഈ അധരോഷ്ടത്തില്, താഴ്ത്ത ചുണ്ടില് അമൃതകല എന്ന ദേവി ആ ചുണ്ടിനെ രക്ഷിക്കുന്നു. അല്ലെങ്കിൽ ആ ചുണ്ടിൽ വസിക്കുന്നത് അമൃതകല എന്ന ദേവിയാണ്. ജിഹ്വായാം തു സരസ്വതി, നാക്കിൽ സരസ്വതിയുടെ സ്ഥാനമാണ്. നാക്കിൽ വസിക്കുന്നത് സരസ്വതിയാണ്. അഥവാ നാക്കിനെ സംരക്ഷിക്കേണ്ടത് ദേവി സരസ്വതിയാണ്. ദന്താൻ കൗമാരി, നമ്മുടെ ദന്തങ്ങളെ, പല്ലുകളെ കൗമാരി എന്ന ദേവിയാണ് രക്ഷിക്കുന്നത്. കണ്ഠമധ്യേ തു ചണ്ഡിക, കഴുത്തില്, കണ്ഠമധ്യത്തില് ചണ്ഡികാദേവിയാണ് ആ കഴുത്തിനെ രക്ഷിക്കുന്നത്. ഖണ്ഡികാം, കണ്ഠമണിയെ, കഴുത്തിന്റെ ആ കണ്ഠമണിയെ ഖണ്ഡികാം ചിത്രകണ്ഠ എന്ന ദേവിയാണ് രക്ഷിക്കുന്നത്. താലുകെ, ഉൾനാക്ക്, താലു, കുറുനാക്ക് എന്നൊക്കെ പറയും. ആ താലുവിനെ, ഉൾനാക്കിനെ, ആ കുറുനാക്കിനെ മഹാമായ എന്ന ദേവിയാണ് രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. ചിബുകം, താടി, ഈ ചിബുകത്തെ കാമാക്ഷി എന്ന ദേവിയാണ് രക്ഷിക്കേണ്ടത്. വാചം സർവമംഗളാരക്ഷേ, വാക്കിനെ സർവമംഗള എന്ന ദേവിയും രക്ഷിക്കട്ടെ. അപ്പോ നമ്മുടെ ഓരോ അവയവങ്ങളെയും ഓരോ ദേവിയെ പറഞ്ഞുകൊണ്ട് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ ദേവിയെല്ലാം കവചമായി നിന്നുകൊണ്ട് ആ കവച സ്തോത്രം, അതാണ് നമ്മളെ ഓരോ അവയവങ്ങളിലും ഓരോ ദേവികൾ കവച സ്തോത്രമായി നിൽക്കുന്നു. പക്ഷെ ഈ ദേവികളെല്ലാം യഥാർത്ഥത്തിൽ ഒരു ദേവി തന്നെയാണ്. ഒരു ദേവിയുടെ അംശങ്ങളാണ്, അംശാവതാരങ്ങളാണ് എല്ലാ ദേവികളും വിവിധ നാമങ്ങളിലൂടെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ജപിച്ചാലും എത്തിച്ചേരുന്ന ഒരേ ദേവിയിലേക്കാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം നമുക്കിത് കാണാൻ. അപ്പൊ നമ്മളെ ഇങ്ങനെ ഒരു ദേവിയുടെ തന്നെ വിവിധ രൂപങ്ങൾ നമ്മെ, നമ്മുടെ ഓരോ അവയവങ്ങളെയും സംരക്ഷിക്കുകയാണ്. അധരേ ചാമൃതകല ജിഹ്വായാം തു സരസ്വതി ദന്താൻ രക്ഷതു കൗമാരി കണ്ഠമധ്യേ തു ചണ്ഡികാം ഖണ്ഡികാം ചിത്രഗണ്ഡാച്ച മഹാമായാച്ച താലുകേ കാമാക്ഷി ചിബുകം രക്ഷേ വാചം മേ സർവമംഗളാം. അധരേ ചാമൃതകല, ചാമൃതകല എന്ന ദേവി അധരത്തെയും ജിഹ്വായാം നാക്കിനെ സരസ്വതിയും, ജിഹ്വാ നാക്ക്, ജിഹ്വായാം നാക്കിനെ സരസ്വതിയും, ജിഹ്വായാം തു ദന്താൻ പല്ലുകൾ, ദന്താൻ കൗമാരിയും കണ്ഠമധ്യേ ചണ്ഡികയും ഖണ്ഡിക കണ്ഠമണിയെ ചിത്രകണ്ഠ എന്ന ദേവിയും താലുകെ മഹാമായ, താലു ഉൾനാക്ക്, കുറുനാക്കാവ്, താലുവിനെ മഹാമായയും ചിബുകം ഈ താടി, ഈ ചിബുകത്തെ കാമാക്ഷിയും വാക്കിനെ സർവമംഗള എന്ന ദേവിയും രക്ഷിക്കട്ടെ എന്ന് കവച സ്തോത്രത്തിലൂടെ പ്രാർത്ഥിക്കുകയാണ്. നോക്കാം. അധരേ ചാമൃതകല ജിഹ്വായാം തു സരസ്വതി ദന്താൻ രക്ഷതു കൗമാരി കണ്ഠമധ്യേ തു ചണ്ഡികാം
ഖണ്ഡികാം ചിത്രഖണ്ഡാച്ച മഹാമായാച്ച താലുകേ കാമാക്ഷേ ചിബുകം രക്ഷേ വാചം മേ സർവമംഗള. അങ്ങനെ ഈ ദേവി എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ അവയവങ്ങളിലും ദേവി നമ്മെ ഒരു കവചം പോലെ നിന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദേവി ഒരു കവചമായി മാറുന്നു. അതാണ് ബ്രഹ്മാവ് രഹസ്യമായി ഉപദേശിച്ചു കൊടുക്കുന്ന കവചസ്തോത്രം. തീർന്നില്ല, നമുക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ കാണാം.